ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂണ്ടാണ്ടി കുരുകുര അന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് 2 സവാളയും 1 തക്കാളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുരുകുര അരിഞ്ഞതും പിന്നെ 3-4 പച്ചമുളക് കുറച്ച് കറിവേപ്പില, ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൂൺ റോസ്റ്റ് ചെയ്തത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നമുക്ക് രാവിലെ എന്താണ് കാപ്പി ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമാണ് ഇതിന് ഇത്ര രുചിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് വരണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് കേട്ടോ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് കുരുകുര അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. എന്നിട്ട് ഇതും കുറച്ച് നേരം നമുക്ക് അടച്ചിരിക്കാം. അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയുമാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂൺ കുറച്ച് നേരം നമ്മൾ മൂടി വെച്ച് ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് പോലെ ഇതിൽ നിന്നും വെള്ളം വരും കേട്ടോ. അതിനുശേഷം നമുക്കിത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള കൂൺ റോസ്റ്റും കുറച്ച് ചാറ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പവും ചപ്പാത്തിയൊക്കെ തിന്നുമ്പോൾ നമുക്ക് കുറച്ച് ചാറ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചാറ് രൂപത്തിലാണ് ഇത് വെച്ചത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച് വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും വെക്കും. ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രാവിലെ അപ്പത്തിൻ്റെ കൂടെയാണ് ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.